മെയ് 10 രാത്രി ലോകം ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു പട്ടാള ജീപ്പ് മരുഭൂമിയിലൂടെ ഓടി വന്ന് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരു മേജർ ജനറൽ ഇറങ്ങി വന്നു. അയാളുടെ പേര് മേജർ ജനറൽ പൃഥ്വിരാജ്. അദ്ദേഹം വന്ന് അവിടെ ചില ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞു. എന്നിട്ട് എല്ലാവരോടും ആശംസകൾ, ബെസ്റ്റ് വിഷസ്, മൈ ബോയ്സ് എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പിറ്റേന്ന് മെയ് 11. മെയ് 11 ലോകം പ്രതീക്ഷിക്കാത്ത, ലോകം നടുങ്ങുന്ന ഒരു വാർത്ത വന്നു. ഭാരതം പൊക്രാൻ മരുഭൂമിയിൽ 5 ആണവ സ്ഫോടനങ്ങൾ നടത്തി. ഒന്ന് ഒരു ഹൈഡ്രജൻ ബോംബാണ് പൊട്ടിച്ചത്. രണ്ടാമത് 4 ഫിഷൻ ഡിവൈസസുകൾ ആണ് പ്രയോഗിച്ചത്. എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു, ഇന്ത്യക്ക് അണവായുധമുണ്ട്. അങ്ങനെയാണ് ന്യൂക്ലിയർ വെപ്പണുള്ള ന്യൂക്ലിയർ ക്ലബിലേക്ക് 6ാമത്തെ അംഗമായി നമ്മൾ ചേർന്നു. ഇന്ത്യ അതിനു മുമ്പ് സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ 1974 മെയ് 18 ഒരു സ്ഫോടനം നടത്തിയിരുന്നു. അത് നമ്മൾ പറഞ്ഞത് സമാധാനത്തിന് വേണ്ടിയുള്ള ആണവ പരീക്ഷണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഓപ്പറേഷൻ ശക്തി എന്നു പേരിട്ട ഈ സംഭവത്തിന് ശേഷം നമ്മൾ പറഞ്ഞത് ആദ്യം അടിക്കുന്നത് ഞങ്ങളായിരിക്കില്ല, പക്ഷേ ഞങ്ങൾക്ക് ആണവായുധമുണ്ടെന്ന് പറഞ്ഞു. ആണവായുധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ ആ രാത്രി മെയ് 10 പിറ്റേന്ന് മെയ് 11 1998 മെയ് 11 നമ്മൾ പൊട്ടിച്ചു, 13 പൊട്ടിച്ചു. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മേജർ ജനറൽ പൃഥ്വിരാജ് ആരാണെന്നറിയോ? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ഉൾപ്പെടെ മുഴുവൻ ഉദ്യോഗസ്ഥരും സൈനിക വേഷത്തിലാണ് അവിടെ എത്തിയത്. അമേരിക്കയുടെ സാറ്റലൈറ്റുകൾ പൊക്രാൻ നമ്മൾ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ മുതൽ അരിച്ചു പൊറുക്കുന്നുണ്ടായിരുന്നു. അതിനെ വെട്ടിക്കണം, അമേരിക്ക അറിയരുതെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സാറ്റലൈറ്റുകൾ പൊക്രാൻ്റെ മുകളിലൂടെ പോകുന്ന സമയം കണക്ക് കൂട്ടിയിട്ട് ആ ബ്ലൈൻഡ് സ്പോട്ടിൽ എത്തുന്ന സമയത്ത് നമ്മൾ പണി നടത്തും. സാറ്റലൈറ്റിൽ തിരിച്ചു വരുന്ന സമയമാകുമ്പോൾ നമ്മൾ പണി നിർത്തും. എന്നിട്ട് ഡിഗ് ചെയ്തെടുത്ത വലിയ കുഴികളുണ്ടാവുമല്ലോ, ഈ മണൽ മുഴുവൻ മണൽക്കൂന പോലെ, മരുഭൂമിയിലെ മണൽക്കൂന പോലെ നമ്മൾ കൂട്ടിയിടുമായിരുന്നു. എന്നിട്ട് മാത്രമല്ല, നേരം വെളുക്കുമ്പോൾ അവിടെ ഒരു കാൽപ്പാട് പോലും ഇല്ലാതെ മായ്ച്ചു കളയുമായിരുന്നു. അതും കൂടാതെ അവിടെ ഒരു സൈനിക അഭ്യാസം ഇന്ത്യ നടത്തുകയാണ് എന്ന തരത്തിലുള്ള ഒരു മോക്ക് ഡ്രിൽ നടത്തി. സൈനിക ട്രക്കുകൾ മരുഭൂമിയിലൂടെ പോകുമായിരുന്നു. അതിലേതോ ഒന്നിലൊക്കെ ആയിരുന്നു അണുബോംബ്, ഇന്ത്യ നിർമ്മിച്ച അണുബോംബ് കൊണ്ടുപോയിരുന്നത്. ഇങ്ങനെ അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച്, ഞങ്ങളുടെ നൂതന ടെക്നോളജിയെ അവർ മനുഷ്യ ബുദ്ധി കൊണ്ട് മറികടന്നു എന്നാണ് ഇന്ത്യയെക്കുറിച്ച് CIA തലവൻ പറഞ്ഞത്. CIA ഞെട്ടിച്ചു. നമ്മൾ CIA അറിയാൻ ഒരു ദിവസമല്ല, മെയ് 11 മെയ് 13 പൊട്ടിച്ചു. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ആണവായുധമുള്ള രാജ്യമായി മാറുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു 10 ദിവസം ഇന്ത്യയിലെ, അമേരിക്ക മാത്രമല്ല ഞെട്ടിയത്, ഇന്ത്യയിലെ പ്രതിപക്ഷം ഞെട്ടിപ്പോയി. സോണിയാഗാന്ധി ഞെട്ടിപ്പോയി. പൊക്രാനിലെ സ്ഫോടനം കേട്ട്, ഓപ്പറേഷൻ ശക്തിയുടെ വാർത്ത കേട്ട് സോണിയ ഞെട്ടിത്തരിച്ചു. 10 ദിവസം എടുത്തു അവർക്ക് ബോധം വെച്ച് കിട്ടാൻ. 10ാം നാൾ സോണിയ പറഞ്ഞു, ഒട്ടും ശരിയായില്ല. സच्ची ശക്തി സംയം में है, उसका खुलेआम प्रदर्शन और इस्तेमाल करने में नहीं. ഇന്ത്യയുടെ ശക്തി സംയമനത്തിലാണ്, ശക്തി പ്രകടിപ്പിക്കുകയല്ല. നമ്മൾ ഒരു കാരണവശാലും അണുബോംബ് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് മുൻ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന കോൺഗ്രസ് നേതാവ് ചിദംബരം പറഞ്ഞു, ഇന്ത്യയുടെ ധാർമ്മികമായ നിലപാടിനെതിരാണ് ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, മഹാരാജ്യം ആണവ ശക്തിയാകുന്നതിന് എതിരായ നിലപാടെടുത്തിരുന്നു ഈ ഇറ്റാലിയൻ മദാമയും അവരുടെ ശിങ്കിടിയും. അതേ പാരമ്പര്യമാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി പിന്തുടരുന്നത്. നമ്മൾ ദേശീയ സാങ്കേതിക ദിനമായിട്ടാണ് മെയ് 11 അതിനുശേഷം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇത്. പക്ഷേ അതിനുശേഷം വാജ്പേയിയുടെ സർക്കാർ, BJP സർക്കാർ അത് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ വലിയ ഉപരോധങ്ങളുണ്ടായി. അമേരിക്ക ഉപരോധം കൊണ്ടുവന്നു, വിദേശ സഹായം നിർത്തി, വലിയ സാങ്കേതികവിദ്യ നമുക്ക് തരില്ല എന്ന് പറഞ്ഞു, ലോകബാങ്കിൻ്റെയും IMFിൻ്റെയും ലോണുകൾ തരില്ല എന്ന് പറഞ്ഞു, പോടാ പുല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചങ്ക് വിരിച്ചത്. ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ അടക്കം നടത്തി ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വലിയ സൈനിക ശക്തിയായി ഇന്ത്യയെ മാറ്റിമറിച്ചതിൻ്റെ പിന്നിൽ 1998 മെയ് 11 എന്ന ദിവസത്തിന് നിർണായകമായ സ്ഥാനമുണ്ട്. വാജ്പേയി എന്ന പ്രധാനമന്ത്രിക്ക്, വാജ്പേയിയെ
പ്രധാനമന്ത്രിയാക്കിയ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ ഐക്യം, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ ക്ഷേമം, ജനങ്ങളുടെ ജീവൻ, ഇതാണ് പരമപ്രധാനം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ആണവ റിയാക്ടറുകളൊക്കെ ഉള്ള രാജ്യങ്ങൾ ഇപ്പോൾ പലതുണ്ട്, പലയിടത്തും വാങ്ങിച്ചു വെച്ചിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വന്തമായ അണുബോംബുണ്ടാക്കി അത് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. പക്ഷേ പെട്ടെന്നൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ തമാശയുണ്ടായി. മെയ് 28 പാകിസ്ഥാൻ പൊട്ടിച്ചു ചഗായ് 1 എന്ന് പറയുന്ന ചഗായ് 1 ആണവ സ്ഫോടനം നടത്തി. നമ്മൾ എത്രയോ വർഷം എടുത്തിട്ടാണ് ഈ ആണവ സ്ഫോടനങ്ങൾ നടത്തിയത്. പാകിസ്ഥാൻ 11 മെയ് 28 17 ദിവസം കഴിഞ്ഞപ്പം ഒരു അണുബോംബ് പൊട്ടിച്ചു. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് പൊട്ടിക്കാൻ കൊടുത്ത ഒരു ചക്കക്കുരു പോലത്തെ ഒരു സാധനം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അത്രയും സാങ്കേതികവിദ്യ അന്നുമില്ല പാകിസ്ഥാന്, ഇന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പോലെ ഉപഗ്രഹങ്ങളെ സ്പേസിലെത്തിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല. പിന്നെ അവരെങ്ങനെ അനുഭവം ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അവരുണ്ടാക്കിയില്ല. ഇന്ത്യക്കുണ്ടെങ്കിൽ ഒരെണ്ണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അമേരിക്ക കൊടുത്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് സാറിനോട് പറയാനുള്ളത്. ഇന്ത്യ ആണവശക്തിയല്ല അണുവായുധമുള്ള രാജ്യമായി മാറിയതിൻ്റെ വാർഷികം. 2, അന്നത്തെ സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അണുബോംബ് വേണ്ട എന്നവർ പറഞ്ഞത്. 3ാമത്തത്, പാകിസ്ഥാൻ എങ്ങനെ 17 ദിവസം കൊണ്ട് ഒരു അണുബോംബ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അമേരിക്ക പോലും അറിഞ്ഞിരുന്നില്ല നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നത്. ഇതിൽ 3 കാര്യങ്ങൾ ഞാൻ പറയാം സുനിലിൻ്റെ അടുത്ത്. ഞാൻ 1980 തൊട്ട് 85 വരെ ബാബ റിസർച്ച് സെൻറ്ററിൽ വർക്ക് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ നിന്ന് 85 വേറെ ഒരു ഓർഗനൈസേഷനിൽ പോയെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം ഞാൻ തുടർന്നുകൊണ്ടിരുന്നിരുന്നു. ഇതിന് 1998 ഞാൻ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട് ചെന്നൈയിൽ വന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ അന്നും അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ഒരു യൂണിറ്റ് ചെന്നൈക്ക് അടുത്തുണ്ട്, ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച്. ഞാനവിടെ ചെല്ലുമ്പോൾ അവർ എനിക്കെപ്പോഴും ഇത് രാജകീയ ട്രീറ്റ്മെൻറ്റ് അതില്ല. കാരണം ഞാൻ ഒരു BARC മാനാണ്, DAEയുടെ ആളാണ്. അവർക്കറിയാം ഇത് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നും ഇൻ്റർനാഷണൽ ജേർണൽസിലൊക്കെ എൻ്റെ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇവർ അവരറിയാം. ഇപ്പോൾ ഈ അനിൽ കക്കോദ്കറിൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, താൻ എന്തിനാടോ BARC വിട്ടുപോയത്, തനിക്ക് ഞങ്ങളോട് നിന്നാൽ പോരായിരുന്നു. ഈ പറഞ്ഞ പോലെ ഐ ഫൗണ്ട് മൈസെൽഫ് ടു ബി അതായത് അവിടെ ജോലി ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി 101% ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിവോട്ടഡ്. എനിക്ക് അത്ര വലിയ നോളജ് ഒന്നുമില്ല. സുനിലിൻ്റെയൊക്കെ കൂടെ നിൽക്കുകയാണ്, നിങ്ങളൊക്കെ നിഴലായിട്ട് ഇങ്ങനെ നിൽക്കാന്നല്ല, നമ്മളെ പോലുള്ള ചെറിയ മനുഷ്യരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ 1998 മെയ് 11 ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചില്ലേ, ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചില്ലേ പൊക്രാനിൽ. അതിനെ കുറിച്ചിട്ട് അടുത്ത വർഷം ഒരു പുസ്തകം വന്നു. സ്ട്രോബ് താൽബർട്ട് എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിഫൻസ് സെക്രട്ടറിയോ ഡെപ്യൂട്ടി ഡിഫൻസ് അഡ്വൈസർ ടു പ്രസിഡൻറ്റ് ക്ലിൻ്റൺ. അന്ന് ക്ലിൻ്റണാണ് പ്രസിഡൻറ്റ്. അയാൾ അറിയണത് CNN ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണ് അയാളത്. ആലോചിച്ച് നോക്കൂ. ഈ ഏഷ്യ, അയാൾ സ്പെസിഫിക് സ്ട്രോബ് താൽബർട്ടിൻ്റെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യ, എസ്പെഷ്യലി സൗത്ത് ഏഷ്യയാണ്. ഇവിടെ എന്ത് ഇല അനങ്ങിയാലും അവർക്ക് ആ നിമിഷം കിട്ടുന്നതാണ് അവർ പറയണത്. അയാൾ CNN വാർത്ത കണ്ടിട്ടാണ് അയാൾ ഞെട്ടി തിരിച്ചു പോകണം, ഇങ്ങനൊരു സംഭവം നടന്നു. അത് കഴിഞ്ഞ് അവർ ഇന്ത്യനെ കുറേ സമ്മർദ്ദത്തിലാഴ്ത്തി ആ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിടാനായിട്ട്. അതൊന്നും നടന്നില്ല. പിന്നെ സുനിൽ പറഞ്ഞില്ലേ 17 ദിവസം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനാണ് പൊട്ടിച്ചെന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ സീതാറാം യെച്ചൂരി ചെന്നൈയിൽ വന്ന് ഒരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന ചാനൽ മാർക്സിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാനലാണ്, CPMനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ്, ഏഷ്യാനെറ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ ആ പ്രസ് മീറ്റിന് പോയിരുന്നു സീതാറാം യെച്ചൂരിയുടെ. അപ്പോൾ അയാളിങ്ങനെ ഇന്ത്യനെ കുറേ ചീത്ത പറഞ്ഞു, ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചത് തെറ്റായിപ്പോയി, അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചത്. എന്താ ഇപ്പോൾ ഇത് എന്താ സമാധാനത്തിൻ്റേതായ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, അത് ഡിസോറിയൻറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യനെ കുറേ ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ ഒന്നും വേണ്ടിയില്ല. പത്രസമ്മേളനം കഴിഞ്ഞ് പോരാൻ നേരത്ത് ഞാൻ അയാളോട് ചോദിച്ചു, സർ ഈ 17 ദിവസം കൊണ്ട് ഒരാൾക്കൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഞാൻ വർഷങ്ങളോളായിട്ട് കേൾക്കണയാണ് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് ബോംബ്
ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AQ-CANന്റെ AQ ഖാൻ അത് മോഷ്ടിച്ചുകൊണ്ട് വന്ന ടെക്നോളജി. അയാൾ യൂറോ ആറ്റത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഹോളണ്ടിലോ മറ്റേ സ്വിറ്റ്സർലൻഡിലുള്ള യൂറോ ആറ്റത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന ടെക്നോളജിയും അമേരിക്കയുടെ സഹായവും ലിബിയ ഫണ്ട് ചെയ്തിരുന്നു. ലിബിയയും സൗദി ഫണ്ട് ചെയ്തിരുന്നു ഇവർക്ക് ഒരു ഇസ്ലാമിക് ബോംബ് ഉണ്ടാക്കാനായിട്ട്. അവരുദ്ദേശിച്ചത് അതുകൊണ്ടിട്ട് ഇവിടെ ഇസ്രായേൽ കൊണ്ടിടണം എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പാകിസ്ഥാൻ്റെ ഉദ്ദേശം എന്ന് വെച്ചത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ നെഞ്ഞത്ത് കൊണ്ട് ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹിച്ചത് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തും ആ രീതിയിൽ ചിന്തിക്കാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഭാരതീയ ജനസംഘം. ഭാരതീയ ജനസംഘം അന്നും ഇന്നും അവർ നമ്മളെ കയ്യിൽ ബോംബ് വേണം, എന്നാൽ മാത്രമേ നമ്മൾ ശക്തിമാനാവുകയുള്ളൂ. നമ്മൾ ശക്തിമാനാണെന്നുള്ള ബോധം ലോകത്ത് വരികയാണെങ്കിൽ മാത്രമേ ആരും നമ്മളെ ഉപദ്രവിക്കാതിരിക്കുള്ളൂ. അറിയാമല്ലോ, ലാൽ ബഹദൂർ ശാസ്ത്രിനെയും കൊന്നു. പിന്നെ ഹോമി ഭാഭ, ഇന്ത്യയുടെ ആറ്റമിക് എനർജി പദ്ധതി ഡിസൈൻ ചെയ്ത ആളെ, അദ്ദേഹത്തിനെയും കൊന്നു. ഇതിനിടയ്ക്ക് പല ന്യൂക്ലിയർ കെമിസ്ട്രി, ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഇന്ത്യ 1998 ഈ ആണവ സ്ഫോടനം നടത്തിയ ഉടനെ തന്നെ അമേരിക്ക ഇന്ത്യയുടെ പുറത്ത് എംബാർഗോ, അങ്ങ് പറഞ്ഞ പോലെ തന്നെ എംബാർഗോ ഏർപ്പെടുത്തി. ഡ്യുവൽ ടെക്നോളജി, അതുപോലെ തന്നെയുള്ള റിയാക്ടർ ഫ്യൂവൽ, ഇന്ത്യക്ക് കിട്ടേണ്ട ന്യൂക്ലിയർ ഫ്യൂവൽ അത് തരാനായിട്ട് അവർ കൂട്ടാക്കിയില്ല, വിസമ്മതം നടത്തി. ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകളെ ഒന്നും ആറ്റമിക് എനർജി ആയിട്ടോ അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലൊന്നും സെമിനാറുകളിലൊന്നും പങ്കെടുപ്പിക്കില്ലായിരുന്നു. അതൊക്കെ ഇന്ത്യ അതിന് ശേഷം നടത്തിയ ഡെവലപ്മെൻറ്റ്സ് മുഴുവനും ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ പാടുപെട്ട് ഉണ്ടാക്കിയ ടെക്നോളജിയാണ്, സ്വന്തം പരിശ്രമത്തിലൂടെ. പക്ഷേ ബുദ്ധി ഉപയോഗിച്ചു ചൈനയ്ക്ക് അല്ല, പാകിസ്ഥാന് അതല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഇന്ത്യയുടെ എല്ലാ ന്യൂക്ലിയർ പദ്ധതിയും അവർ അമേരിക്ക സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. 2004 തറക്കല്ലിട്ടതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തില്ലേ, അത് എന്നാ കമ്മീഷനാണ് ഇപ്പം പ്രവർത്തനക്ഷമമാണ് 2026. 22 വർഷം എടുത്തു. 2010 പ്രവർത്തനക്ഷമമാവേണ്ട റിയാക്ടറായിരുന്നു 500 മെഗാവാട്ടിൻ്റെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. എന്തുകൊണ്ടായത്? അന്ന് അതിനിടയ്ക്ക് ഇന്ത്യ അമേരിക്കയായിട്ട് ന്യൂക്ലിയർ ഡീൽ ഒപ്പിടുകയൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പിന്നീട് സ്ഫോടനത്തിന് പോകാഞ്ഞത്? ഈ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുമ്പാണ്, സമ്മർദ്ദം കൊണ്ടാണ്. അതിനു മുമ്പ് വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യ ന്യൂക്ലിയർ സ്ഫോടനം നടത്താൻ പരിപാടിയിട്ടിരുന്നു. അത് അമേരിക്ക ബ്ലാക്ക് മെയിൽ ചെയ്ത് മാറ്റിച്ചാണ് നരസിംഹറാവിനെ കൊണ്ട്. ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാൻ. അല്ല, ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, അമേരിക്കയാണോ ചഗായി 1 ഉള്ള ബോംബ് പാകിസ്ഥാന് കൊടുത്തത്? അമേരിക്ക മാത്രമല്ല, ചൈന സഹായിച്ചിട്ടുണ്ട്, യൂറോ ആറ്റം സഹായിച്ചിട്ടുണ്ട്. ഈവൻ അല്ല, അവരുണ്ടാക്കിയതല്ല, ആരോ കൊണ്ട് കൊടുത്തതാണ് എന്ന് പറയുന്നത്. അവരുകൊണ്ട് കൊടുത്താണ്. പാകിസ്ഥാൻ അണുബോംബ് ഉണ്ടാക്കാനായിട്ടൊരു ടെക്നോളജി ഒന്നും അന്ന് 98 ഒന്നുമില്ല, ഇന്നും ഇല്ല അവർക്ക്. അത് പണ്ടേ അവിടെ ഒരു റിയാക്ടർ ഉണ്ടായിരുന്നു, ആ കഹൂട്ട, ഇസ്രായേൽ വേണേ അടിച്ചു കളയാന്ന് പറഞ്ഞത്. അത് ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചില്ല, അത് അന്നത്തെ ഇന്ത്യ ഗവൺമെന്റ്. പക്ഷെ സോണിയാഗാന്ധി എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ഇന്ത്യയുടെ ഒരു സ്നേഹമില്ല എൻ്റെ സുനിൽ, ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർ ഇന്ത്യക്ക് എതിരായിട്ടുള്ള നടപടികളെ മുഴുവൻ എടുക്കുള്ളൂ. എന്താ ചെറുക്കനെ കൊണ്ടുപോയി മറ്റേ ചൈനയിൽ കരാർ ഒപ്പിട്ട് കൊടുത്ത്, എന്താ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കറിയില്ല. അവരെവിടെയെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതായിട്ടോ ഇന്ത്യക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തതായിട്ടോ സംസാരിച്ചിട്ടുണ്ടോ? ഇവർ എന്താണ് ഇറാഖിൽ നിന്നും എണ്ണ നിയമവിരുദ്ധമായി മേടിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റ് കാശുണ്ടാക്കിയ സ്ത്രീയായത് ഇവർ. അത് അമേരിക്കയ്ക്കും യുണൈറ്റഡ് നേഷൻസ് അന്വേഷണ ഏജൻസിക്ക് മനസ്സിലായി. ആ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കളയിപ്പിച്ചത് മറ്റൊരു ഇന്ത്യയിലുള്ളൊരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ്. അയാളാണ് ചെയ്തു കൊടുത്തത്. എന്നിട്ട് അവസാനം പേര് വന്നത് അന്നത്തെ ഒരു വിദേശകാര്യ മന്ത്രി ഉണ്ടായിരുന്നു, നട്വർ സിംഗ്. അയാളെ എന്നിട്ട് മന്ത്രിസഭയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. വന്നിട്ട് നട്വർ സിംഗിൻ്റെ മകനോ മകളുടെ ഭർത്താവോ ആരാണ്ടൊക്കെയാണ് ഈ ഇറാഖിൽ നിന്ന് എണ്ണ മേടിച്ച്, ഇറാഖിൻ്റെ പുറത്ത് അന്നേരം എംബാർഗോ ഉണ്ടായിരുന്നു. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതിൽ തുടർന്ന് അമേരിക്ക ഏർപ്പെടുത്തിയ എംബാർഗോ ആയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെയും എംബാർഗോ ഉണ്ടായിരുന്നു.
എണ്ണ മേടിക്കരുത് ആരും. ഇറാഖിന് അവരുടെ ആവശ്യത്തിനുള്ള മരുന്നും അത്യാവശ്യ ധാന്യങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിനുള്ള എണ്ണ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരതൊക്കെ ബൈപ്പാസ് ചെയ്ത് ഇവരുടെ ചേട്ടത്തിയുടെ അനിയത്തിയുടെ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ നിന്ന് എണ്ണ മേടിച്ച് വിപണിയിൽ വിൽക്കുകയല്ലേ ചെയ്തേ. ഐക്യരാഷ്ട്രസഭ അമേരിക്കയുടെ ഒരു ബാങ്ക് ഉണ്ട്, ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് സമാന്തരമായിട്ടുള്ള, അതിൻ്റെ ചെയർമാനായിരുന്ന ആളാണ് ആ അന്വേഷണ കമ്മീഷനായിട്ട് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ചിരുന്നത്. അവർ കണ്ടുപിടിച്ചു, ആ റിപ്പോർട്ടിൽ അമ്മേൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി അവസാനം. അതിപ്പോൾ എന്തും ചെയ്യാമല്ലോ. പറഞ്ഞ പോലെ ഫാദർ ബെനഡിക്റ്റിനെ വെറുതെ വിട്ടില്ലേ കൊലക്കുറ്റത്തിന്. അതെ അതെ. അപ്പോൾ ഇന്ത്യ ഒരു ആണവരാജ്യമായ ഇതിൻ്റെ വാർഷികമാണ് 98. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ളത്, കാരണം ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ 2004 തൊട്ട് 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആറ്റമിക് എനർജി പ്രോഗ്രാം എല്ലാം, ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഒരു നിശ്ചലാവസ്ഥയിലായിരുന്നു. മനസ്സിലായില്ലേ? 2014 ശേഷം വന്നു കഴിഞ്ഞപ്പോഴാണ് 750 മെഗാവാട്ടിൻ്റെ പെട്ടെന്ന് നിർമ്മിക്കാവുന്ന റിയാക്ടറുകൾക്കൊക്കെ ഉള്ള ഇത് ആവിഷ്കരിച്ചത്. ഏതായാലും വളരെ സന്തോഷകരമായ ഓരോ ഭാരതീയനും ഓർമ്മിക്കേണ്ടുന്ന ഒരു ദിവസമാണ് മെയ് 11. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അമ്മ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ എന്ത് നിലപാടാണ് എടുത്തത് എന്നതുകൂടി നമ്മളൊന്ന് ഓർമ്മിക്കണം. അവർ ഇന്ത്യക്കെതിരായിട്ടല്ലേ പ്രസംഗിക്കുള്ളൂ. CPM ഈ ഇന്ത്യ അല്ലല്ല, ഇവിടുത്തെ ഒരു വലിയ പാർട്ടി ആയിട്ടാണല്ലോ പറയുന്നത്. അവർ 1964 ചൈന ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചപ്പോൾ മൗണ്ട് റോഡ് മെഡ്രാസ് മൗണ്ട് റോഡിൽ പ്രകടനം നടത്തിയവരാണ്, ചൈനയ്ക്ക് അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അതേ ആൾക്കാർ ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചപ്പോൾ ലോകസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് ഇവിടെ ചെന്നൈയിൽ സമരം നടത്തിയ ആൾക്കാരാണ് അവർ. അത് ശരി, അതെനിക്കറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം ഇതാണല്ലോ ചൈന ഫാദർലാൻഡ്, ചങ്കിലെ ചൈന. ഏതായാലും ഒരു പ്രധാനപ്പെട്ട ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അമ്മ അന്നെടുത്ത നിലപാട് എന്താണ് എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. സോണിയാഗാന്ധിയുടെ ഇത് സംബന്ധിച്ചുള്ള പ്രസംഗം കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. ഏതായാലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.